അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഒരു കുഷ്ഠരോഗി മുട്ടുകുത്തി യേശുവിനോട് അപേക്ഷിച്ചു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, പറ്റുവാണെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. 41 വാക്യം, അവൻ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. കുഷ്ഠരോഗിയുടെ മേൽ വച്ച ഒരു ദൈവകരമുണ്ട്. ഇന്ന് അതേ കരം എൻ്റെ മേൽ വരുന്നത് എനിക്കൊന്ന് അനുഭവിക്കാൻ കഴിയണമേ. കുഷ്ഠരോഗിയെ കൈ നീട്ടി തൊട്ട ആ കരമുണ്ടല്ലോ, അതെൻ്റെ കുടുംബത്തിൻ്റെ മേലൊന്ന് വരുന്നത്, എൻ്റെ മക്കളുടെ മേൽ വരുന്നത്, എൻ്റെ ആരോഗ്യത്തിൻ്റെ മേൽ വരുന്നത് എനിക്കിന്നൊന്ന് അനുഭവിക്കാൻ കഴിയണം. ഞാൻ വിശ്വസിക്കുന്നു കുഷ്ഠരോഗിയുടെ മേൽ നീട്ടിയ അതേ കരം ഈ ജനത്തിൻ്റെ നേരെ ഇന്നങ്ങ് നീട്ടുന്നുണ്ടെന്ന്. ഈ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഈ വ്യക്തിയുടെ നേരെ ആ കരം നീട്ടപ്പെട്ടിട്ടുണ്ട്. ഈ സാമ്പത്തികമായി തകർന്ന ഈ വ്യക്തിയുടെ മേൽ ആ കരം നീട്ടപ്പെട്ടിട്ടുണ്ട്. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ കരം നിൻ്റെ മേലുണ്ട്. രോഗിയായി ഹോസ്പിറ്റലിലോ വീടിലോ കഴിയുന്ന കിടന്ന കിടപ്പിലോ വയ്യാത്ത നിലയിലോ ഉണ്ടോ, ഇതാ അതേ കരം നിന്നെ ഇന്ന് തൊടുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ട്. അതേ കരം ആ രോഗമുള്ള ഭാഗത്ത്, ആ വേദനയുള്ള ഭാഗത്ത്, അതേ കരം നിൻ്റെ മേൽ വരുന്നു. അതേ കരം ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ ഭവനത്തിൻ്റെ മേലും ഉണ്ടാകണമേ. അതേ കരം അനുഭവിക്കാൻ കഴിയത്തക്ക വിധം ആ കരസ്പർശം വെളിപ്പെടണമേ. അനുഭവിക്കാൻ കഴിയത്തക്ക വിധം. പ്രിയപ്പെട്ടവർ, ഈ വചനം നമുക്ക് സുപരിചിതമാണ്. ഒരാളുടെ ഒരു ആവശ്യമാണ്, സങ്കടത്തോടെയുള്ള ഒരു ആവശ്യമാണ്. അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ പോരെ. കൈ നീട്ടി എന്തിനാ തൊട്ടത്? കൈ നീട്ടി എന്തിനാ സ്പർശിച്ചത്?